ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പീച്ചിങ്ങ അതുപോലെ ചെമ്പിൻ താളുണ്ടല്ലോ അത് രണ്ടും കൂടി ചേർത്തിട്ടുള്ളൊരു റെസിപ്പി ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പീച്ചിങ്ങ പരിപ്പ് ഇത് രണ്ടും ഉപ്പും ചേർത്ത് അത് മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഉപ്പ് ചേർത്ത് കുക്കറിലേക്ക് ഒരു വിസിൽ അടിച്ചെടുത്തതാണ്. അപ്പോൾ ആ കുക്കറിലിട്ട് വേവിക്കണ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഷെയർ ചെയ്യാഞ്ഞത്. ഇനി ഞാനിതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് മറ്റുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഇതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി പീസാക്കി ഇടരുത് കേട്ടോ, ഒന്നല്ലെങ്കിൽ പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ച് നന്നായിട്ട് ഇടാം. പിന്നെ ടൊമാറ്റോ, സവാള, അതുപോലെ തന്നെ ചേമ്പിൻ്റെ താള് ഈ സമയത്ത് വേണം വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. പിഴിഞ്ഞെടുത്തില്ലെങ്കിലേ ഈ ചേമ്പിൻ താളിനൊരു വെള്ളം ചോദിക്കണ പോലെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഈ സോയ ചങ്ക്സൊക്കെ പോലെയാണ്, സ്പോഞ്ച് പോലെ ഇരിക്കുന്ന സാധനമല്ലേ, നന്നായിട്ട് ഡ്രെയിൻ ചെയ്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അത് തന്നെയല്ല, നമ്മൾ കറിയിലേക്ക് ചേർക്കുമ്പോൾ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ പിന്നെയും ഈ കറി ലൂസായി പോകും. ഇനി കറിവേപ്പില അതുപോലെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് നമ്മൾ കുക്കറിലൊക്കെ വേവിക്കുന്ന സമയത്തെ ഈ പച്ചമുളക് നന്നായിട്ട് കിടന്ന് അങ്ങോട്ട് വെന്തലിഞ്ഞിട്ട് കറിക്ക് ഭയങ്കര എരിവായി പോകും. അപ്പോൾ അതുകൊണ്ട് നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തത് കേട്ടോ. ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത്, പിന്നെ ഞാൻ ഒരല്പം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഈ പച്ചക്കറികളൊക്കെ അഡീഷണലായിട്ട് നമ്മൾ ചേർക്കുമ്പോൾ ഒരിത്തിരി ഉപ്പും കൂടി വേണം. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിലധികം വേകാനുള്ള പച്ചക്കറികളൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് മറ്റുള്ളതൊന്നും കുക്കറിൽ ഇടാതിരുന്നത് കേട്ടോ. ഇനി ഒന്ന് അടച്ച് വെച്ച് റെഡിയാക്കി എടുക്കാം. ഒരു 5 മിനിറ്റ് വേണ്ട, ഒന്ന് ആവി കയറി വരട്ടെ. അപ്പോഴേക്കും അതിലേക്കുള്ള താളിപ്പിന് വേണ്ടിയിട്ട് പാൻ വെച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. എന്നിരുത്തി ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട കേട്ടോ, ആവശ്യത്തിന് മതി. ഒരു 1-1.5 ടീസ്പൂൺ മതി. കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കുക. ഈ കടുകും ഉഴുന്ന് പരിപ്പും നന്നായിട്ട് മൂത്ത് കളർ ചേഞ്ചായി നല്ലൊരു കളറിൽ വരണം കേട്ടോ, എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്തോ പച്ച ചവക്കണ പോലെ തോന്നും. അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ചെറിയ തീയിലിങ്ങനെ ആകുമ്പോൾ കളർ നല്ലൊരു ബ്രൗൺ കളർ, നല്ല സ്മെല്ലാണ് കേട്ടോ കിച്ചണിൽ ഈ സമയത്ത്. ഇനി ഉള്ളി മുളക് ചതച്ചത്, വറ്റൽമുളകും ഉള്ളിയും കൂടി ചേർത്ത് ചതച്ചത്. ഉള്ളിക്ക് പകരം വേണമെങ്കിൽ സവാള എടുക്കാം, പക്ഷേ ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. ഇനി അതും കൂടി ചേർത്ത് 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുമ്പോൾ ഇതൊന്ന് റോസ്റ്റായിട്ട് വരും. ഇതിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും മാറണം, എങ്കിലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. അതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില, പിന്നെ ഇത്തിരി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പോരാ എവിടെ അപ്പോൾ അതങ്ങനെ കിടന്ന് മിക്സ് ചെയ്യുന്ന സമയത്തെ നമ്മുടെ ഈ കറി ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. കറി തുറന്ന് നോക്കുമ്പോൾ അതിന് അത്യാവശ്യം നന്നായിട്ട് ഏറ്റവും ചെറിയ തീയിലാണ് വെക്കേണ്ടത്. പ്രത്യേകിച്ച് സ്റ്റീൽ പാത്രമൊക്കെ ആകുമ്പോഴേ പെട്ടെന്ന് അടുക്കി പിടിക്കും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഇത്രയും മതി. ഒരുപാട് വെള്ളം കറിയിൽ ഉണ്ടാകാൻ പാടില്ല, ഇതുപോലെ ഇരിക്കണം. അതുപോലെ പരിപ്പ് അത്യാവശ്യം നന്നായിട്ട് വേഗം ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഈ തേങ്ങയുടെ കൂട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയൊക്കെ കുറച്ചും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കണമെന്ന് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്തോ കേട്ടോ, ടേസ്റ്റ് എന്തായാലും കൂടും. അപ്പോൾ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് വടിച്ചിട്ട് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം, ഒട്ടും വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി എല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സിങ് മാത്രമേ ഉള്ളൂ, ഗ്യാസ് ഓഫാക്കാം കേട്ടോ. എല്ലാം ഈ മസാല എല്ലാം കൂടി ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. അതിന് ശേഷം ഒരു നുള്ള് കായത്തിൻ്റെ പൊടി, ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. നല്ല പോലെ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അവിയലിലൊക്കെ ചെയ്യുന്ന പോലെ ഒന്നും കൂടി ഇത്ര ടേസ്റ്റ് വേണമെങ്കിൽ ഇതുപോലെ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി ചേർത്ത് അടച്ച് വയ്ക്കാം. അടച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം തുറന്നാൽ മതി കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമുക്ക് അവിയലൊക്കെ എപ്പോഴും കഴിക്കണതല്ലേ,
അവിയലിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പീച്ചിങ്ങ വാങ്ങിയ സമയത്ത് ഇനിയും ഇതുപോലെ തന്നെ ചെയ്താൽ മതിയെന്ന് വീട്ടിൽ പറഞ്ഞപ്പോൾ അത് അത്രയും ഇഷ്ടപ്പെട്ടു, വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു. ചോറിന് കഴിക്കാം, ചപ്പാത്തിക്ക് കഴിക്കാം, കഞ്ഞിയുടെ കൂടെ കഴിക്കാം, ഏതിൻ്റെ കൂടെ നല്ല മാച്ചായിട്ട് വരുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പീസ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ ഒരു റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.